അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ചിലരുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ ഒരു നെക്സ്റ്റ് ഫേസ് ഉണ്ട്, ഇതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, ഒരു അടുത്തൊരു ഫേസും കൂടി നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അടുത്തത് അങ്ങനെയാണ് കാണിക്കുന്നത്. ആൻഡ് കുറേ പേർക്ക്, ചില വ്യക്തികൾക്ക്, നിങ്ങളിൽ നിന്നും നോ കോണ്ടാക്റ്റിലായ വ്യക്തികൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഹേർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സെപ്പറേഷനാണ്, ഡിസെപ്ഷനാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷോക്കിംഗ് അറ്റാക്ക് വന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു പേഴ്സൻ്റെ റിലേഷൻഷിപ്പിലൂടെ. എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു ട്രൂത്ത്, ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നുണ്ടായിരിക്കും കമ്മിങ് ഡേയ്സിൽ. അതിൽ വളരെയധികം ഹേർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഓൾറെഡി നടന്നതായിരിക്കണം, എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. കുറച്ച് പേർക്ക് കൂടെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറെക്കുറെ പല കാര്യത്തിലും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കണം. ഈ ഒരു വ്യക്തിക്കും ഏതെങ്കിലും ഒരു ബന്ധം, അല്ലെങ്കിൽ നിങ്ങളല്ലാതെ അല്ലെങ്കിൽ നിങ്ങളറിയാത്തൊരു ബന്ധം ഇവർ കീപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് തന്നിട്ടുള്ള സ്നേഹത്തിന് വ്യത്യാസം വന്നു, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആവുന്നുണ്ടായിരിക്കില്ല ഈ ഒരു വ്യക്തി. വിളിക്കുമ്പോൾ ബിസി ആയിരിക്കുക, എപ്പോഴും ഫോണിന് ബിസി ആയിരിക്കണം, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ എപ്പോഴും വന്നു പോകുന്നത് കാണിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും തരുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ മെസ്സേജ് നോക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനത്തെ കുറച്ച് സംശയാതീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക്. ഓക്കെ, സോ ഇപ്പോൾ അവർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, മേ ബി കുറേ നേരം നിങ്ങൾ ഓൺലൈനിൽ കണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് വേറൊരാൾ. അപ്പോൾ ഭയങ്കരമായിട്ട് ആ സത്യം നിങ്ങൾ അറിഞ്ഞ് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം അവർക്ക് നിങ്ങളടുത്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി യൂണിവേഴ്സ് തന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ. ഓക്കെ, കുറച്ച് പേർക്കാണ് ഞാൻ പറയുന്നത്. കുറച്ച് പേര് ഇവിടെ എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. കറണ്ട് ഫീലിങ്സ് ആണ് നോക്കിയത്, പക്ഷെ അവർ നോട്ട് ഷോയിങ് ദ ട്രൂ ഫീലിങ്സ്, ഹൈഡ് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. മാസ്ക്, അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനം ചില സമയത്ത് ആ വ്യക്തികൾ നടത്തുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലവർക്ക് ഓക്കെ, ഇല്ല മുത്തേ, അങ്ങനെയല്ല മോളെ എന്നൊക്കെ, അല്ലെങ്കിൽ മോളെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരിക്കാം നിങ്ങളൊന്ന് കാം ഡൗൺ ആക്കാനായിട്ട്. പക്ഷെ അവർക്ക് വേറെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില വ്യക്തികൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഹേർട്ട് പെയിൻ ഉണ്ട്. നിങ്ങളടുത്ത് അവിടെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ചില വ്യക്തികൾ. പക്ഷേ അവർക്ക് സെപ്പറേഷൻ ആയതിനു ശേഷം അവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഹേർട്ട് വിത്ത് എ കീ. അവർ നിങ്ങളെ എന്താ പറയുക, ഓപ്പൺ ഹേർട്ടോട് കൂടിയിട്ട് വളരെയധികം ആക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കുറേയൊക്കെ ആ ഒരു എന്താ പറയുക, നിങ്ങൾ വാല്യൂ മനസ്സിലാകുന്നുണ്ട് അവർക്ക്. ഓക്കെ, കുറച്ച് പേർക്കൊക്കെ എന്താ പറയുക, കിസ് ചെയ്യാൻ തോന്നുക, നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു കുറച്ച് ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഫാളിങ് ലവ് എന്ന് പറയുന്ന കാണിക്കുന്നുണ്ട്. കുറേ പേർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു ചാൻസും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇതിൽ അവർക്ക് തന്നെ അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുറച്ച് ഭയങ്കരമായിട്ടുള്ളൊരു റിസ്ക് ആണെന്നുള്ളത്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണെന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കുറേ പേരുടെ ഇതിൽ കിട്ടുന്നത്. ഓക്കെ, ടേക്ക് എ ചാൻസ്, റിസ്ക്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, എങ്ങനെയെങ്കിലും നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ
എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചീത്ത പറഞ്ഞിട്ട് വിളിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അവരൊരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം കുറച്ച് പേർക്ക് കേട്ടോ. ഒരു പിന്നെ കുറേ പേർക്ക് ഇവിടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കില്ല ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയുമായിട്ട്. പല പ്രാവശ്യം ബ്രേക്കപ്പ് ആവുകയും വീണ്ടും തിരിച്ചു കണക്റ്റഡ് ആവുകയും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങുകയും വീണ്ടും ബ്രേക്കപ്പ്, വീണ്ടും കണക്ഷൻ, വീണ്ടും ബ്രേക്കപ്പ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒറ്റപ്പെടുന്ന ഫീലിങ്സ് ആണ് അവരെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു കോ ഡിപ്പെൻഡൻസി ഈ ഒരു വ്യക്തിയുമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ചില വ്യക്തികൾക്ക് ഇത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും എന്തൊക്കെയോ വേണം, ഇനിയും എന്തൊക്കെ കിട്ടണം, ഇനിയും എന്തൊക്കെയോ അവർ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അവർ റിലേഷൻഷിപ്പിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട്, ഈഗോ കാണിക്കുന്നുണ്ട്, ജെലസി കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വ്യക്തികൾക്ക് കാണിക്കുന്നത്. അതായത് അവരായിട്ട് മുൻകൈ എടുത്തിട്ട് നിങ്ങളെ മേ ബി കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഈഗോ ഉള്ള വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഫ്രസ്ട്രേഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ അവർക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞു കുറച്ച് പേർക്കെങ്കിലും ഇവിടെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് മറ്റേ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ലാസ്റ്റ് സീനോ നിങ്ങളുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ എന്തൊക്കെയോ അവർ കുറേ പേര് നിങ്ങളെ അങ്ങനെ സോഷ്യൽ മീഡിയാസ് ചെക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം നടത്തുന്നത്, പക്ഷെ അവരുടെ ഒരു എനർജിയാണ് കേട്ടോ എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ മേ ബി അറിയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അറിയുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ അവരും വളരെ ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കൊക്കെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. പക്ഷെ കുറേ പേരെ എനർജിയിൽ എനിക്കിവിടെ കാണുന്നത് അവർ നിങ്ങളെ ഒരു ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, കുറേ പേരുടെ ഒരു ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് രണ്ട് ഇതിലാണ് നിൽക്കുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ വളരെയധികം ഫീലിങ്സിലായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളടുത്ത് ഇനിയൊരു ഇത് വേണം 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 എന്നുള്ളൊരു കാര്യം. കുറച്ച് പേർക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഈസ് ഓവർ, നോ സെക്കൻഡ് ചാൻസസ് എന്നുള്ളൊരു ഇതിലും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ.